വെൽക്കം ബാക്ക് ടു RJ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മൾ കണ്ടന്റ് 2025 നമുക്ക് iPhone 14 Pro നമുക്ക് വാല്യുബിൾ ആണോ എന്നുള്ളതാണ്. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് നമ്മളെ യാത്രയാണ്. നമ്മൾ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം ഒരു 2 മണിക്ക് ട്രെയിൻ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് നോക്കി വേണ്ടിയിട്ടല്ല, ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ്. ട്രെയിനൊക്കെ കയറി ലോക്കലാണ്, നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടെ നീങ്ങി ഒരു എറണാകുളമൊക്കെ ആകുമ്പോഴത്തേക്കിന് നല്ല തിരക്കുണ്ടാവുമെന്നാണ്. പക്ഷേ അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ തിരൂരങ്ങാടിയിൽ എത്തിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ചുമ്മാ ഒരു വീഡിയോ ഒക്കെ എടുത്ത് നമുക്ക് ഫോൺ വാങ്ങിക്കാനുള്ള യാത്രയാണ്. 7 മണിക്ക് കഴിഞ്ഞാൽ മഴയും കാര്യങ്ങളൊക്കെയാണ്. മഴയത്താണ് നമ്മൾ ഇറങ്ങിയത്. തീർച്ചയായിട്ടും നമ്മുടെ ഇവിടെ അത്യാവശ്യം റേറ്റ് കുറവിൽ ഫ്രഷ് പീസ്, അതായത് ദുബായിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സാധനങ്ങളാണ്. കുറേ നമ്മൾ ഇറങ്ങിത്തിരിച്ചത് റേറ്റും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു. വീഡിയോ കാണുമ്പോൾ തന്നെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയാം. ഫുഡ് കഴിക്കാനായിട്ടൊക്കെ കയറി ചായയും പൊറോട്ടയും മുട്ടക്കറിയൊക്കെ പറഞ്ഞ് അങ്ങനെ അത് കഴിച്ച് ഒരുവിധം സെറ്റായിട്ട് നമ്മൾ ഇറങ്ങി പുറത്തുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് മഴക്കോള് പിന്നെയുണ്ട്. അടുത്ത മഴ ഇതിൻ്റെ കുറയുന്നുണ്ട്. ആദ്യം ഒരു മഴ പെയ്യും പോസ്റ്റാക്കി ചെറിയ കടകൾ തുറന്നിട്ടുണ്ട്. നമുക്ക് മെയിൻ നമ്മൾ ഫോൺ വാങ്ങിക്കാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഫോണിൻ്റെ ഷോപ്പിലോട്ട് നമ്മൾ കിടക്കുക. പക്ഷേ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കടകളും ഒരു 7 മണി സമയത്തൊന്നും തുറക്കുമല്ലോ, 10 മണിയെങ്കിലും ആകും. അങ്ങനെ കടകളൊക്കെ കണ്ട് ഇങ്ങനെ ഓരോ കടകളും കയറി ഇറങ്ങി. അവിടെയുള്ള തിരൂരങ്ങാടിയിലുള്ള മുഴുവൻ കടകളിലും നമ്മൾ കയറി ഇറങ്ങിയിട്ടാണ് അവസാനം ഒരു ഫോൺ വാങ്ങിച്ചത്. ചുമ്മാ ഒരു ഷോപ്പിൽ കയറിയതാണ്. ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെയൊക്കെ വില തിരക്കാനും ഒക്കെ ആയിട്ട് എല്ലാം നല്ല ഒറിജിനൽ ചൈന പ്രോഡക്റ്റ്. ഇതൊക്കെ യൂസ്ഫുൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ടൈം ആകുമ്പോഴത്തേക്കിനത് കംപ്ലൈൻറ്റ് വരും. ഇങ്ങനെ പോലെ നമ്മൾ എത്ര മാക്സിമം ഉപയോഗിച്ചാലും ബാറ്ററി കംപ്ലൈൻറ്റ്, സ്ലോട്ട് കംപ്ലൈൻറ്റ്, ജസ്റ്റ് യൂസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണ്. അല്ലെങ്കിൽ നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. ഇതൊരു പുറത്തായിട്ടുള്ളതല്ല, അതുകൊണ്ട് നമ്മളത് പർച്ചേസ് ചെയ്തില്ല. ബസ്സൊക്കെ ഉണ്ടോ? അതൊന്നും കുഴപ്പമില്ല. എല്ലാ സൈഡിലും ലോട്ടറി ഉണ്ടല്ലേ. അപ്പം നമ്മൾ ഫസ്റ്റ് ഒരു കടയിൽ കയറി. അപ്പം അവിടെ iPhone 14 Pro ഉണ്ട്. അപ്പം അതിന് ചെറിയ സ്ക്രാച്ച് ഒക്കെ ഉണ്ട്. കാരണം നമുക്ക് യൂസ്ഡ് ആയിട്ടുള്ള മൊബൈലെല്ലാം നമുക്ക് വേണ്ടത്, നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള, അതായത് 2025 ഫ്രഷ് ആയിട്ടുള്ള 14 Pro ആണ് വേണ്ടത്. അപ്പോൾ ഇതിന് കുറച്ച് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കി എല്ലാം ഓക്കെയാണ്. ബാറ്ററി ഹെൽത്ത്, ക്യാമറ, ഡിസ്പ്ലേ എല്ലാം ഒക്കെ തന്നെയാണ്. അതിൻ്റെ ഡിസ്പ്ലേക്ക് മേളിൽ ആ ബോർഡർ വരുന്നിടത്ത് ചെറിയൊരു സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറേ നിന്ന് വിലയൊക്കെ പേശി, അപ്പോൾ എന്നിട്ട് അങ്ങോട്ട് സെറ്റായി നടന്നില്ല. കുറേ നേരം അവിടെ നിന്ന് വേറെ ഫോണൊക്കെ നോക്കി അങ്ങോട്ട് സെറ്റായില്ല 14 Pro. ബാറ്ററി ഹെൽത്തൊക്കെ 100 ഉണ്ട്. നമുക്കറിയില്ലല്ലോ റീപ്ലേസ് ആണോ ഇല്ലയെന്ന്. അപ്പോൾ അങ്ങനെ കുറേ കടകളിൽ കയറി ഗൂഗിളിനകത്ത് അന്വേഷിച്ച് അങ്ങനെ നമ്മൾ എന്തായാലും ഇവിടെ ഈ ഒരു ഐറ്റമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല.
അപ്പോൾ എന്തായാലും നമ്മളത് ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് ഇവിടെ പോയി. നോമ്പായതുകൊണ്ട് രാവിലെ തുറക്കാൻ കുറച്ച് നേരത്തെ ക്ലോസ് അല്ല തുറക്കാൻ നോക്കണമായിരുന്നു 11 മണി എത്തുമ്പോഴത്തേക്കോ. ഇവിടെ ഷോപ്പിലെത്തിയാ 12 ഉണ്ടോ അവിടെ? 12 കണ്ടിട്ടുണ്ടോ? മിഠായില്ല. നിങ്ങൾക്ക് ഫോണിലേ മതിയില്ലേ? ആ ഇതിന്റെ കൂടെ നമ്മള് ഫസ്റ്റ് മറ്റേത് കൂടെ അൺയൂസിന്റെ കൂടെ ഇതാകുമ്പോൾ ഫോണിലാണ്. മറ്റേതാണ് ഫോണിലാണെന്നുണ്ടെങ്കിൽ 59. പിന്നെ ഗൈസ് ഇവിടെ ഈ ഷോപ്പിൽ നമ്മൾ ചിലപ്പോൾ ഓൾറെഡി പേയ്മെന്റ് ഒക്കെ ആയിട്ട് കയ്യിൽ വെച്ച് ഫോണ് വാങ്ങിക്കാനായിട്ടായിരുന്നു അവിടെ. പക്ഷെ അതിന്റെ സ്റ്റോറേജ് നോക്കിയപ്പോൾ 1 GB ആണ്. 1 GB ആളുടെ ഒരു 60,000 ഉള്ളൂ. അപ്പോൾ ആ ഒരു റേഞ്ചിൽ വാങ്ങിക്കാനായിരുന്നു. 256 ആ ഒരു റേഞ്ചിൽ കിട്ടും എന്നുള്ളതാണ്. മെഷീനുണ്ടോ എണ്ണിക്കോ? അതിന് കുറച്ച് സ്ക്രാച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട് പുള്ളിയുടെ അമ്മ സെറ്റ് ആകുന്നില്ല. ഇപ്പം വീട്ടില് ബ്രദറിനെയൊക്കെ വിളിച്ച് ചോദിച്ചപ്പം വാങ്ങിക്കണ്ട അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായി. അപ്പം അതുകൊണ്ട് തിരിച്ച് വാങ്ങിച്ചു ഫോണങ്ങോട്ട് വർക്കാവുന്നില്ല. നിന്റെ ക്യാഷ് എൻ്റെ കൂടുതൽ നമ്മൾ റിട്ടേൺ വാങ്ങിച്ചു. സ്കാനർ ഇല്ലേ ബ്രോ? അതിനില്ല. 2 വയസ്സ്. നീ വന്നപ്പോഴേ ഈ മൊബൈൽ ഒരു പ്രശ്നമാണ്. ഇതിന്റെ ഒറിജിനൽ കേബിളിന് എന്ത് റേറ്റ് വരുന്നത് ബ്രോ? ലാറ്റിന് ബ്രോ വന്നപ്പോഴേ പറഞ്ഞു എന്നോട് വില എന്ന് ചോദിക്കരുത്, ഞാൻ ക്യാഷ്യറാണ്. പോയാലും തിരൂര് നമ്മൾ ഫോൺ എടുക്കാതെ തിരിച്ചു വരില്ല. അതുപോലെ ഷോപ്പുകൾ കാര്യങ്ങളുണ്ട് അവിടെ, ഇഷ്ടം പോലെയാണ് ഷോപ്പുകൾ. എന്റെ ജോലി ഇന്ന് തന്നെ കളയുന്നത്. ഓരോ സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-25 ഷോപ്പുണ്ട് ഐഫോണിന്റെ മാത്രമായിട്ട്. എവിടെയാണെങ്കിലും നമ്മള് ചൂസ് ചെയ്യുന്ന കയ്യിൽ കിട്ടിയിരിക്കും. അതാണ് കിട്ടില്ലല്ലോ. 7 മണിക്കാണ് തോന്നുന്നു. ഇപ്പൊ നീ ഏതാടാ സെലക്ട് ചെയ്യുന്നേ? എടാ ഏതാടാ സെലക്ട് ചെയ്തേക്കണ? ഞാൻ അവിടെ ഷോപ്പിൽ ഓരോ ഡ്രോപ്പ് ചെയ്താണ്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് മേലെ ഷോപ്പ് പോയി നേരെ 2 പീസ് എടുത്തുനിന്ന് ഞാൻ പിന്നെ നേക്കാൻ നിങ്ങളിവിടെ വെയിറ്റിംഗ് അല്ലേ, ഞാൻ 1/2 മണിക്കൂർ കൊണ്ട് എത്താന്ന് പറഞ്ഞ് നേരെ അങ്ങോട്ട് പോകുന്നത്. അതിലൊരു ഗോൾഡ് ഒരു വൈറ്റ് ആണ് നമുക്ക് എടുത്തത്. ഞാൻ നോക്കിയത് നന്നായി, ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ പോയി. ഇതോ 256 ഒക്കെ ഒരു റേറ്റ് തന്നെ. ഇത് 1 GB ആണ്. ഇത് കൊല്ലം അടുത്ത വരുന്ന പേര് വിറ്റത് വരുന്ന ഫുള്ളാവില്ല. റേറ്റ് 23 റേറ്റ് പൈസ. ഞാൻ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാന് നേരെ നിങ്ങൾക്ക് 256 കൊടുത്ത് ബില്ല് അടിച്ചു തരും. വിളിച്ച നമ്മള് സ്പോട്ടിലെത്തില്ലേ, വണ്ടി നാളെ പോകുന്നു. കേസ് കിട്ടി. കേസ് ഞാൻ അവിടെ പോയി തപ്പിയതാണ്. അവിടെ ഗോൾഡ് ഇല്ല, ഒക്കെ മറ്റേ കട. അതിന്റെ താഴത്ത് പെട്ടില്ലാതെ ഇങ്ങനെ കവറിലൊന്നും കിട്ടുന്നുണ്ട്. അത് ഞാൻ പെട്ടില്ലാത്തോണ്ടാണ് ഈ കട കൊണ്ടുവന്നില്ല. മറ്റേത് ഒരു ഓർഡറിന്റെ ഉള്ളിൽ പോയിട്ടുണ്ടാവും. അപ്പൊ നമ്മളവിടെ നിന്ന് എന്താണ്ട് കൊടുത്ത പൈസ വാങ്ങിച്ചിട്ട് നേരെ അടുത്ത ഷോപ്പിലേക്ക് വന്നു. അടുത്ത ഷോപ്പിൽ വന്നു അവിടെ പറഞ്ഞ സാധനമുണ്ട്, ഫ്രഷ് പീസ്
ഫ്രഷ് പീസ്. അതുപോലെ തന്നെ അതിൻ്റെ കേബിള്, ചാർജർ, കേസ്, ഗ്ലാസ് എല്ലാം ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞു. നമ്മൾ ആ റേഞ്ച് 62 ആണ് പറഞ്ഞിരിക്കുന്നത്. 61,000 അത് സെറ്റ് ചെയ്ത് നമ്മൾ എല്ലാ ഒരുപാട് ഐഫോൺസ് കളക്ഷൻസ് ഒരുപാടുണ്ട് അവിടെ. അങ്ങനെ ഫൈനലി ഐഫോൺ 14 പ്രോ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിരിക്കുകയാണ്. ഫ്രഷ് പീസ്, ദുബായ് പ്രോഡക്റ്റ്, ഗൾഫ് പ്രോഡക്റ്റ്. എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസിഷനായിരുന്നു. ഇവിടെ വന്ന ആളുടെ നല്ല സന്തോഷം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പം വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് എന്തായാലും ഒരു ഐഫോൺ ഫ്രഷ് ആയിട്ടുള്ളത് നോക്കുന്നുണ്ടെങ്കിൽ തിരൂരങ്ങാടി വന്ന് നോക്കുക. ഒറിജിനൽ പ്രോഡക്റ്റ് കാര്യങ്ങളൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് തന്നെ നല്ല അടിപൊളി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ തന്നെയാണ്. വർത്താണ്. 2025 ഫോട്ടോ കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ല നീറ്റായിട്ട് കിട്ടുന്നുണ്ട്. ബാറ്ററി ബാക്കപ്പ് 100%, കാരണം ഫ്രഷ് പീസാണ്. ബോക്സ് ആയിട്ടില്ല, കാരണം ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. ബോക്സ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല, അലോഡല്ല. കാരണം ഇൻകം ടാക്സ് പ്രോബ്ലം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് വിത്ത് കേബിള് ഫോണുമായിട്ട് മാത്രമേ വരുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ബോക്സ് ഇല്ല എന്നുള്ളൂ. ബാക്കിയെല്ലാം ഫ്രഷ് പീസ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. കേസ് കാര്യങ്ങളൊക്കെ അവർ ഫ്രീ ആയിട്ട് തന്നെയാണ് തന്നിരിക്കുന്നത്.
അങ്ങനെ നമ്മൾ ഫോണ് പർച്ചേസ് ഒക്കെ ചെയ്ത് നമുക്ക് സെറ്റായി. നമ്മൾ പോകാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ആള് നല്ല ഹാപ്പിയാണ്. ഷോപ്പിലെ ഓണറാണെങ്കിലും അവിടുത്തെ കസ്റ്റമർ ഡീലിംഗ് എന്നുള്ളത് നല്ല ഡീപ്പായിട്ടാണ് അവർ ചെയ്ത് വരുന്നത്. എന്നാലും നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് കായംകുളത്തോട് തിരിച്ചു പോകാനുള്ള പരിപാടിയൊക്കെയാണ്. ബൈ.